ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് കല്ലുമ്മക്കായും കപ്പയുമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കല്ലുമ്മക്കായ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ അഴുക്കുണ്ട്. അപ്പോൾ ഇനി വേഗത്തിൽ തന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ്. ഞാൻ പഴയ ഒരു കത്തി വെച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ കല്ലുമ്മക്കായ മുഴുവനും ഞാൻ ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് വാഷ് ചെയ്തെടുക്കട്ടെ. നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കൂടുതലായിട്ട് തന്നെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് അടുപ്പിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഉപ്പ് ഒന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ കല്ലുമ്മക്കായ തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ കപ്പയൊന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മൾ കല്ലുമ്മക്കായ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിതൊരു അരിപ്പ പാത്രത്തിലേക്ക് ഒന്ന് തട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതിൻ്റെ പുറത്തെ ഷെല്ലിലെ അഴുക്കുകളൊക്കെ ആദ്യം വാഷ് ചെയ്തപ്പോൾ പോകാത്തതൊക്കെ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ കല്ലുമ്മക്കായൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. കപ്പയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കപ്പ ദാ ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ കപ്പ വലിയൊരു കലത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം തന്നെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലിയ കലം തന്നെ എടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ കല്ലുമ്മക്കായും കൂടെ ഇതിലിട്ടിട്ടാണ് ഞാൻ വേവിച്ചിട്ടെടുക്കണത്. അപ്പോൾ ഇതാ കുറച്ചധികം തന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കപ്പയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ കപ്പ ഒരു 1/4 വേവായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി കല്ലുമ്മക്കായും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതാ കല്ലുമ്മക്കായ മുഴുവനായിട്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ കല്ലുമ്മക്കായും കപ്പയും നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും ഇട്ട് വേവിക്കണ്ട. കപ്പ നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന വരെ ഒന്ന് വേവിച്ചാൽ മതി. കാരണം കല്ലുമ്മക്കായ നമ്മൾ ഫസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അധികമൊന്നും വേവില്ല. അപ്പോൾ ഞാൻ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കലത്തിൽ നിന്ന് ഞാൻ ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളെ കല്ലുമ്മക്കായും കപ്പയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊരു വലിയ പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്.
അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് പുളിയും ഉപ്പും കാന്താരി മുളകും കൂടി ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്ലുമ്മക്കായ കഴിക്കുമ്പോൾ അതിനകത്തൊരു ബ്ലാക്ക് കളറിലുള്ളൊരു അഴുക്കുണ്ട്. അപ്പോൾ അത് എടുത്ത് മാറ്റിയിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാവും, എന്നാലും അറിയാത്തവർക്കായിട്ടൊന്ന് പറഞ്ഞു തരികയാണ്. അപ്പോൾ ദാ അതുപോലൊരു കറുപ്പ് കളറിലുള്ളൊരു അഴുക്കുണ്ട്. അപ്പോൾ അത് എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രം കഴിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.